സ്ഥലമല്ല. അപ്പൊ നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന വലിയൊരു ഫിയർ, പേടി, ശരിയല്ലേ? ആ പേടി എത്ര നേരം ഉണ്ടാവും? എത്ര നേരം? ആ പട്ടി നമ്മളെ കിടന്ന് അപ്പുറത്തേക്ക് പോകുന്നത് വരെ ഉണ്ടാവും, ശരിയല്ലേ? അതുപോലെ നമ്മളൊന്ന് ഒതുങ്ങി നിന്ന് നോക്കിയപ്പോൾ എന്ത് ചെയ്തു? എന്റെ ഒത്താ ഒരു അമ്പപട്ടിയല്ല എടുത്തത് ഇതിന്റെ വഴി. അപ്പൊ തന്നെ ഒരു റിലാക്സേഷൻ, രക്ഷപ്പെടും എന്ന് പറയുന്ന സാഹചര്യം. ഇത് ഒരു ഫിയറാണ്. ഇതേപോലെ വേറെ ഫിയറുണ്ട്. വീട്ടിലെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് ചിലപ്പോൾ സോൾവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്തത്? നെഞ്ചിൽ കയറ്റി കൊണ്ട് നടക്കുന്നത്, ശരിയല്ലേ? ഇത് കയറ്റി വെച്ചത് കൊണ്ട് ഇതിന് സൊല്യൂഷൻ ആവില്ല. അപ്പൊ നമ്മളത് ശ്രദ്ധിക്കില്ല. നമുക്ക് അപ്പം കിട്ടിയ സാധനം നമ്മൾ കയറ്റി വയ്ക്കും. ഈ കയറ്റി വെക്കുന്നത് ഈ പട്ടി കടിക്കാൻ വേണ്ടിയിട്ടുള്ള ഫിയർ പറഞ്ഞില്ല. ഈ ഫിയർ വരുന്ന സമയത്ത് സംഭവിക്കുന്ന എന്താ പറഞ്ഞാൽ, നമ്മൾ എന്തൊക്കെ സപ്ലിമെന്റ് കഴിച്ചിട്ടുണ്ടോ അതൊന്നും അവിടെ ആക്ട് ചെയ്യില്ല. ശരീരം മൊത്തം ഡിസ്റ്റർബ്ഡ് ആവും, തകരാറിലാവും. ഇതേ അവസ്ഥയാണ് എന്തിരിക്കും വരുന്നത്? ടെൻഷൻ വരുമ്പോൾ, ബേജാറ് വരുമ്പോഴൊക്കെ വരുന്നത് ഇതേ പ്രശ്നം. അപ്പൊ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ സപ്ലിമെന്റ് സ്ഥിരമാക്കണം, ഒരളവ് വരെയും പ്രൊട്ടക്ട് ചെയ്യും. രണ്ടാമത് നമ്മുടെ മനസ്സിനെ നല്ല രീതിയിൽ നിലനിർത്താൻ കഴിയും. അതില്ലെങ്കിൽ എല്ലാം കഷ്ടം. ഈ മനസ്സിന്റെ തലകൾ മാറിപ്പോകുന്നതിന്റെ 99% ഒരു കാരണമുണ്ട്. അറിയാൻ പറ്റുമോ? എന്താണ്? സാധനം. അതാണ് എല്ലാം താളം തെറ്റിക്കുന്നത്. നമ്മളൊപ്പം ഒന്ന് മാറ്റി വെക്കുക, അങ്ങനെ ചെയ്യാമെന്ന് തീരുമാനിക്കും. അപ്പോഴാണ് സഡൻ ആയിട്ടൊരു എമൗണ്ടിന്റെ ബാധ്യത വരുന്നത്. അപ്പൊ മുതൽ എന്തായി? വീണ്ടും മണിയാണ് ഏറ്റവും വലിയ വിഷയം. ആ മണി ഉണ്ടാക്കാനുള്ള ഏക ഉപാധി എന്ന് വെച്ചിട്ട് ഒളിപ്പിച്ചു തരണം, അല്ലേ? നമ്മൾ അനുഭവസ്ഥനാവണം, അല്ലാതെ ഒന്നും നടക്കില്ല. അപ്പൊ ഇവര് പറഞ്ഞില്ലേ, ഇവരെ പോലെ തന്നെ എന്റെ വീട്ടിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു ട്രൈ ആണ് സപ്ലിമെന്റ്സ്. അതിലൊരു 10-25 ബോട്ടിൽസ് ഉണ്ട്. അതിങ്ങനെ പലതും എടുത്ത് കഴിച്ച് അതൊരു ശീലമല്ല ജീവിതത്തിൽ. പേരമക്കൾ വരെ വരും. വൈറ്റ് ആമല കാണുന്നത് 3 വയസ്സുള്ള കുട്ടിയെ ചോദിക്കും, വൈറ്റ് ആമല എന്താ? വൈറ്റ് ആമല അറിയോ? കൊളസ്ട്രോൾ ആണ്. മക്കൾക്ക് അത് അറിയില്ല, വൈറ്റ് ആമല അറിയാം. പിന്നെ അതുപോലെ ഗമ്മീസ് വേണം, അതൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. ആമല വേണം. ആമലയൊക്കെ നമ്മൾ എടുത്തിട്ട് വിഴുകുന്നത് മക്കളെടുത്ത് ചവച്ചാ കഴിക്കുന്നത്, 3-4 വയസ്സുള്ള മക്കൾ. അപ്പൊ ഇതൊക്കെ എവിടുന്നാണ് വെച്ചാൽ നമ്മളുടെ അനുഭവത്തിൽ നിന്നാണ് കുട്ടികളത് എടുത്ത് കഴിക്കാൻ പറ്റുന്നത്. മരുന്ന് പൊതിയാണ് ഇതുപോലെ എടുത്താൽ കഴിച്ചിട്ടുണ്ടാവും, പണിയാവും, അല്ലേ? അപ്പോ ഇങ്ങനെ നമ്മുടെ എക്സ്പീരിയൻസ് ഉണ്ടാക്കുമ്പോഴേ നമ്മൾക്ക് മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പോ ഈ അടുത്തായിട്ട് വൈഫ് പൊതുവെ ഒരു 55 കിലോക്ക് വെയിറ്റ് ഉണ്ടായിരുന്നു. ഈ അടുത്ത കാലത്തായിട്ട് അവളൊപ്പം എൻ്റെ ഒപ്പം ഓടിയിരിക്കുന്ന പോലെ വന്നുകൊണ്ടേയിരിക്കും.